പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ അടുത്തുള്ള നോർമൽ ടേബിൾ ടോപ്പ് സ്വിങ് മെഷീൻ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ചെറിയ റിങ്ങിൻ്റെ മേലെ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ടാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. എന്നാൽ ഈ മെഷീനിൽ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് വെക്കേണ്ടത്. ഈ വലിയ റിങ്ങിൻ്റെ മേലെ നമുക്ക് എംബ്രോയിഡറി ചെയ്യാനുള്ള ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചെറിയ റിങ് ഇട്ടിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത് മെഷീനിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ക്ലോത്ത് റിങ്ങിലിട്ടിട്ട് നല്ല ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് ഇതിൽ ട്രേസ് ചെയ്യുകയോ വരക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ അറിയില്ലെങ്കിൽ പിക്ചർ ട്രേസ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവർ എംബ്രോയിഡറിയാണ് ചെയ്ത് കാണിക്കുന്നത്. എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മെഷീനിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം മെഷീനിൽ ആ ഒരു പല്ലു പോലെയുള്ള സാധനം ഉണ്ടല്ലോ, ഫുഡ് ഡോഗ് എന്നാണ് അതിന് പറയുക. അത് താഴത്തോട്ടേക്ക് പോകാൻ വേണ്ടി ഈ ലിവർ നമ്മൾ റൈറ്റ് സൈഡിലോട്ടേക്ക് നീക്കണം. അപ്പോൾ അതും മാറിക്കിട്ടും പല്ലു പോലെയുള്ള സാധനം. പിന്നെ ഞാൻ ഇതിൽ 6 ആക്സ് സ്റ്റിച്ചാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ ഇതിൽ സിയിലാണ് 6 ആക്സ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ സി ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടത്ര വിട്ട് നമുക്കതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ സി മാക്സിമത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ലൈൻസ് കാണുന്നില്ലേ, ആ ലൈൻസ് പോലെ നമുക്ക് വിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ സ്റ്റിച്ച് ലെങ്ത്ത് 0-നും 1-നും ഇടയിലാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ടെൻഷൻ അതും 0-നും 1-നും ഇടയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൂട്ടും ആ ഫൂട്ട് സ്റ്റാൻഡൊക്കെ ഊരി മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതിൽ നീഡിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഊരി മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാനിതിൽ ത്രെഡ് സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഈ ടൈപ്പ് ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സിൽക്ക് ത്രെഡാണ്. അപ്പോൾ 6 ആക്സ് സ്റ്റിച്ചിൻ്റെ തന്നെ വിഡ്ത്ത് ഞാൻ മാക്സിമം ആണ് ആദ്യം വെച്ചിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു മീഡിയത്തിലാണ് എടുക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൂവിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ ആ സ്റ്റിച്ച് വരുന്നതിനനുസരിച്ച് നീക്കി കൊടുക്കണം. അപ്പോഴാണ് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് ശരിയാവണമെന്നൊന്നുമില്ല. നമ്മൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ കൈ അതിനനുസരിച്ച് വഴങ്ങി വരുള്ളൂ. നമ്മൾ ആ പെറ്റലിൻ്റെ കോർണറിലെത്തുമ്പോൾ അതൊന്ന് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ പെറ്റൽ മുഴുവൻ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പം സെയിം സ്റ്റിച്ച് തന്നെ നമ്മളിതുപോലെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിൽ മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫില്ലായിക്കോളും. അങ്ങനെ എല്ലാ പെറ്റലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം.
അപ്പോൾ അത് ആ പൂവിൻ്റെ പെറ്റൽ മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മും ലീഫും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗ്രീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതും സിൽക്ക് ത്രെഡ് തന്നെയാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ വരച്ചിരിക്കുന്നതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. കൈ നമ്മൾ നീക്കി നീക്കി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻ വരച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾ ഡ്രസ്സിലോ സാരിയിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.